വിട്ടു പോയല്ലോ അപ്പച്ച. ഇനി ജോണിക്കുട്ടിക്ക് ആരുണ്ട് അപ്പച്ച? ഇല്ല, അപ്പച്ചൻ മരിച്ചിട്ടില്ല. മരിച്ചില്ലേ? പിന്നെ ആരാ അപ്പച്ചൻ മരിച്ചമ്മ രാവിലെ മെസ്സേജ് അയച്ചത്? അപ്പച്ചൻ മരിച്ചാലും എന്നും ഈ മോളിക്കുട്ടിയുടെ മനസ്സിൽ കാണും അപ്പച്ച. ആറ് കൂട്ടായിരുന്നു. ഞാൻ മന്നേന് മുമ്പേ ഇവിടെ വന്ന് സ്വത്തം വീതിച്ചെടുക്കാൻ വേണ്ടി നേരത്തെ വന്ന് പ്ലാൻ ചെയ്തിരിക്കുവോ. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഫോൺ ചെയ്തിട്ട്, മോനെ ജോണിക്കുട്ടി, ഞാൻ മരിച്ചതിന് ശേഷം ഈ വീടും പറമ്പും നീ എഴുതിയെടുത്തോണം എന്ന് പറഞ്ഞു കളഞ്ഞല്ലോ അപ്പച്ച. സംസാരശേഷി ഇല്ലാതെ ഐസിയിൽ കിടന്ന അപ്പച്ചൻ ചേട്ടായി വിളിച്ചു പറയുമല്ലായിരുന്നു. എനിക്കിപ്പോഴാ ഓർമ്മ വന്നത്. ടെക്സ്റ്റ് മെസ്സേജ് അയക്കുമായിരുന്നു. മരണക്കിടക്കേക്കെന്നും ടെക്സ്റ്റ് മെസ്സേജ് അയച്ചല്ലോ അപ്പച്ച. കയ്യും കാലും തളർന്നു കിടന്ന അപ്പച്ചൻ ചേട്ടായിക്ക് ടെക്സ്റ്റ് മെസ്സേജ്. വട്ടം പൊളിയുവാണല്ലോ അപ്പച്ച. ഇപ്പോഴല്ലേ ഞാൻ ഓർത്തത്. ടെക്സ്റ്റ് മെസ്സേജ് അയക്കുമല്ലായിരുന്നു. പിന്നെ ഹോം നേഴ്സ് സൗദാമിനെ കൊണ്ട് എന്നെ വിളിച്ച് സൗദാമിനെ കൊണ്ട് പറയിക്കുമായിരുന്നു. ഹോം നേഴ്സ് സൗദാമിനോട് പറഞ്ഞ്, മോനെ ജോണിക്കുട്ടി, നീ വീടും പറമ്പ് നീ തന്നെ എടുത്തോണമെന്ന് പറഞ്ഞ് കളഞ്ഞല്ലോ അപ്പച്ച. പറഞ്ഞു ഹോം നേഴ്സ് സൗദാമിനെ കൊണ്ട് എന്നെയും വിളിപ്പിച്ചല്ലോ അപ്പച്ച. ചേട്ടായി കട്ട് ചെയ്ത ഉടനെ എനിക്ക് കോള് വന്നായിരുന്നു. സൗദാമിനെ ഇട്ട് കൊടുത്തപ്പോ അവൾ അതിൽ പിടിച്ച് കയറിയാണ്. എന്ത് പറഞ്ഞു? വീടും പറമ്പും ജോണിക്കുട്ടിക്ക് കൊടുത്തു, പക്ഷെ പെട്രോൾ പമ്പും ബാങ്കും അത് മോളെ മോളിക്കുട്ടി നീ തന്നെ നോക്കണമെന്ന് പറഞ്ഞല്ലോ. പോയല്ലോ അപ്പച്ചനാണോ? പെട്രോൾ പമ്പും ബാങ്കും പോയല്ലോ. അപ്പച്ചൻ പോയല്ലോ. അയ്യോ, എന്നാ ഞാനിത് സത്യം പറയാം. എന്താ സത്യത്തെ അപ്പച്ചൻ എന്നെ വിളിച്ചില്ലായിരുന്നു. പക്ഷെ എന്നെ വിളിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. ഞാൻ വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ നീയും വിളിച്ചിട്ടില്ലെന്ന് പറയണം. അതാണ് ഹീറോയിസം. ഇല്ല, എന്നെ വിളിച്ചായിരുന്നു. സത്യമായിട്ട് എന്നെ വിളിച്ചായിരുന്നു. എന്നിട്ട് പറഞ്ഞു ബാങ്കും പെട്രോൾ പമ്പും മോളെ എടുത്തോളന്ന് പറഞ്ഞായിരുന്നു. എടി മോളിക്കുട്ടിക്ക് നിനക്ക് നാണോട്ടടി. എന്താ നീ ഇപ്പൊ കയറി വന്ന് അധികാരം ചോദിക്കാനായിട്ട്? എടി എന്നെ അപ്പനെ ധിക്കരിച്ച് നീ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയതല്ലേടി? ഇറങ്ങിപ്പോയാലും അപ്പച്ചൻ എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു. ഇല്ലായിരുന്നേ അപ്പച്ചന്റെ പെട്രോൾ പമ്പിന് എന്റെ കുഞ്ഞിന്റെ പേര് ഇടത്തില്ലായിരുന്നു. നിന്റെ കുഞ്ഞിന്റെ പേര് ഇന്ത്യൻ ഓയിൽ എന്നാണോ? എന്നാ വേറെ കഥ പറയാം. സത്യം പറയാം, വേറെ സത്യം ഞാൻ പറയും. സത്യം പറ. അപ്പച്ചനോട് എനിക്കുള്ള സ്നേഹം കൊണ്ടാണ് എന്റെ കുഞ്ഞിന് അപ്പച്ചന്റെ പേരിട്ടത്. നിന്റെ കുഞ്ഞ് പെൺകുഞ്ഞല്ലേടി? നിന്റെ പെൺകുഞ്ഞിന്റെ പേര് അവറാൻ എന്നാണോ? അല്ല, അവറാൻ മോൾ. അവറാൻ മോളോ? അതെന്നാ മോളോ? അത് ഈ പാരസിറ്റാമോൾ ഡ്രൈമോൾ എന്നൊക്കെ പറയുന്ന പോലൊരു മോൾ. എന്താ എടി നിനക്ക് അപ്പച്ചനോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ജീവിച്ചിരുന്നപ്പോ നീ തുള്ളി വെള്ളം കൊടുത്തിട്ടുണ്ടോ? അയ്യോ എന്റെ കർത്താവേ, ഞാനിത് എന്തോ കേൾക്കുന്ന തുള്ളി വെള്ളം ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് നാട്ടുകാരെ നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. ഞാൻ വീട്ടിൽ മീൻ മേടിച്ചോണ്ടെന്ന് അറിഞ്ഞ അപ്പ ഓടി വരും എന്റെ വീട്ടിൽ അപ്പച്ചൻ. മീൻ മേടിച്ചെന്ന് പറഞ്ഞാൽ ഓടി വരാൻ ഇരിക്കണം കണ്ടാമ്പൂച്ചയാണ്. അല്ല, അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നു അപ്പച്ചനോട്. സ്നേഹത്തിന്റെ കാര്യം നീ പറയലും. കൂടുതൽ സംസാരിക്കല്ലേ. നമ്മുടെ കുടുംബ വക്കീൽ ഇങ്ങോട്ട് വരട്ടെ. എന്നിട്ട് തീരുമാനിക്കാം. ഒരപ്പം മരിച്ചപ്പോ മകള് കയറി വന്നേക്കണം കണ്ടോ? ഫാഷൻ പരേഡിന് വന്ന വഴിക്ക്. ഇതാണോടി നീ അപ്പന്റെ മരണത്തിന് വന്നാണോ കല്യാണത്തിന് വന്നോ? ചേട്ടാ, അത് എന്താണെന്നറിയാമോ? ഞാൻ ഇവിടുന്ന് ചാടി പോയതല്ലേ. അപ്പൊ അന്ന് മെനക്ക് ഒരുങ്ങാനോ വീഡിയോക്ക് പോസ്റ്റ് ചെയ്യാനോ പറ്റിയില്ല. പക്ഷെ ഈ മരണം അത് ഞാൻ ഷൈൻ ചെയ്യും. നിങ്ങൾ കണ്ടോ? അപ്പം മരിച്ചു കിടക്കുമ്പോ അവർക്ക് പബ്ബിൽ പോണം. അപ്പച്ചനോ? ജോണിക്കുട്ടി, എപ്പ എടുക്കാനാ പ്ലാൻ? 10 മണി കഴിഞ്ഞാൽ എപ്പോ വേണം എടുക്കാം. അതുവരെ പോകേണ്ട കാര്യമുണ്ടോ? നമുക്കൊരു 9:30 എടുക്കാൻ പാടില്ലേ? 9:00 എടുത്താൽ ബ്ലാക്കിൽ എടുക്കണ വരും. വിവരയിലെ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും. ബ്രാൻഡ് മേടിക്കുന്ന കാര്യമല്ല ചോദിച്ചത്. നിന്റെ അപ്പന്റെ ബോഡി എപ്പ എടുക്കുന്ന ചോദിച്ചത്. ഒരു കാര്യം ആങ്ങളോടും പെങ്ങളോടും ഞാൻ പറയാൻ കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോ പുറത്തുനിന്ന് നോക്കിയപ്പോ നല്ലൊന്നാന്തരം മരണം നടന്ന ഒരു വീടാന്നുള്ള ഫീൽ ഇല്ല. എന്നോടാ എന്റെ അപ്പച്ചൻ പോയല്ലോ. ഇപ്പോഴാണ് അത് മനസ്സിലായത്. വക്കീലിപ്പഴല്ലേ ഓർപ്പിച്ചത്. എന്നാ അത്?
പിന്നെ വക്കീലെ പറഞ്ഞു വന്ന കാര്യം അപ്പൊ ഫീലോ ഉള്ളിലുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുള്ളപ്പോ എടുത്താ മതി. ഞാൻ ഇവിടുന്ന് ചാടിപ്പോയതുകൊണ്ട് സ്ത്രീധനത്തിന്റെ പേര് ഇവർ എനിക്കൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് അപ്പച്ചന്റെ ബോഡി ആശുപത്രി വീട്ടിലെത്തുന്നതിന് മുന്നേ സ്വത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഒപ്പിക്കണം. അത് തീരുമാനാക്കാം. മോളിക്കുട്ടി എന്നെ പ്രതീക്ഷിക്കുന്നേ? പെട്രോൾ പമ്പും ബാങ്കും അതെനിക്ക് തന്നെ വേണം. കമ്മീഷന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, 2% ഞാൻ തന്നിരിക്കും. എന്നാ പെട്രോൾ പമ്പിന്റെയും ബാങ്കിന്റെയും ആധാരത്തിന്റെ ഡേറ്റ് തീരുമാനിച്ചോ? പിന്നെ ജോണിക്കുട്ടി പാമ്പും കോണി എനിക്ക് വേണം. പാമ്പും ചെമ്പും എനിക്ക്. അവളെന്നാ പറഞ്ഞത്? പെട്രോൾ പമ്പും ബാങ്കും ഒക്കെ വേണമെന്നോ? അതെനിക്ക് വേണം. 3% കമ്മീഷൻ വക്കീൽ ഞാൻ തന്നിരിക്കുന്നു. എപ്പോ തന്നു? തന്നു കൂട്ടിക്കോ. എന്നാ പിന്നെ പമ്പും ബാങ്കും നിനക്ക് കിട്ടി. അതാണ്.